എല്ലാവർക്കും മെഷീൻ ടൂൾസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മില്ലിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മില്ലിങ്ങിൽ വരുന്ന ബാക്കി ടോപ്പിക്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മില്ലിംഗ് കട്ടേഴ്സ് വരെ ആയിരിക്കും പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരിക്കാം. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്ക് വരുന്നുണ്ടായിരിക്കാം ഇൻഡെക്സിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കൊരു 3 ടൈപ്പ് ഇൻഡെക്സിങ് മെക്കാനിസം വരുന്നുണ്ട്. ശരിക്കും ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ആ ഒരു മില്ലിംഗ് മെഷീനിൽ നമ്മുടെ ആ ഒരു ഫീഡ് കൊടുക്കുന്നത് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പീസിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഇൻഡെക്സിംഗ് എന്ന് പറയാം. അതായത് ഇപ്പോൾ നമ്മളൊരു ഗിയറാണ് കട്ട് ചെയ്യാൻ പോകുന്നത് വിചാരിക്കാം. ഓക്കെ, ഒരു സർക്കുലർ ഷേപ്പിലുള്ള വർക്ക് പീസിൻ്റെ മേലെ നമ്മൾ ഗിയറാണ് കട്ട് ചെയ്യാൻ പോകുന്നത് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഗിയറിന് നമ്പർ ഓഫ് ടീത്തുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഗിയർ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഗിയർ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് പീസിൻ്റെ മേലെ നമ്പർ ഓഫ് ടീത്തുകൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനലി അതൊരു ഗിയറാക്കി മാറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ ഈക്വൽ നമ്പർ ഓഫ് ടീത്ത് കിട്ടേണ്ടി വരും. അപ്പോൾ നമ്മളതിന് എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ മെഷീനിൽ സെറ്റ് ചെയ്യുന്ന അങ്ങനെ ഈക്വൽ നമ്പർ ഓഫ് ടീത്തുകൾ നമ്മൾ ടീത്ത് കട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു അളവുകളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസമാണ് നമ്മുടെ ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ 3 ടൈപ്പ് ഇവിടെ കാണുന്നുണ്ടായിരിക്കും ഇൻഡെക്സിങ്ങിൽ. സിമ്പിൾ ഇൻഡെക്സിങ്ങും ഉണ്ട്, കോമ്പൗണ്ട് ഇൻഡെക്സിങ്ങും, അതുപോലെ ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ്. ഇപ്പോൾ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇവിടെ നിന്ന് 3 മാർക്കിനൊക്കെയാണ് സാധാരണഗതിയിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ നോക്കാം എന്താണ് സിമ്പിൾ ഇൻഡെക്സിങ്. It is used to divide the workpiece into equal divisions, typically for gears and splines. അപ്പോൾ ഗിയേഴ്സോ അല്ലെങ്കിൽ സ്പ്ലൈൻസോ ഒക്കെ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വർക്ക് പീസിന് നമ്മൾ ഈക്വലായി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു സിമ്പിൾ ഇൻഡെക്സിങ് യൂസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മളൊരു സ്പെഷ്യൽ ഇൻഡെക്സിങ് ഹെഡാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 1 മാർക്കിനും അതുപോലെ 3 മാർക്കിനും ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, അതായത് ലിസ്റ്റ് ഇനി 3 ടൈപ്സ് ഓഫ് ഇൻഡെക്സിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിന് പറയാൻ പറ്റിയ ആൻസർ സിമ്പിൾ ഇൻഡെക്സിങ്ങും കോമ്പൗണ്ട് ഇൻഡെക്സിങ്ങും അതുപോലെ ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ്ങുമാണ്. അപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. വളരെ എളുപ്പമായിരിക്കും ക്വസ്റ്റ്യൻസ്, നമുക്ക് ഈസി ആയിട്ട് ആ സ്കോർ നഷ്ടപ്പെടാണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്പ്ലൈൻസ് അല്ലെങ്കിൽ ഗിയേഴ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ ഇൻഡെക്സിങ് യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും സ്പ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു സർക്കുലർ ഷേപ്പിലുള്ള അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള റോഡിൻ്റെ മേലെ നമ്മൾ ടീത്ത് കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ മേലെ ടീത്തുകൾ ഫോം ചെയ്യാം അല്ലേ. ഒരു ഷാഫ്റ്റിൻ്റെ മേലൊക്കെ നമ്മൾ ടീത്തുകൾ ഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് അങ്ങനെ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഷാഫ്റ്റിൻ്റെ മേലെ ടീത്തുകൾ ഫോം ചെയ്തിരിക്കുന്നതിൻ്റെ പേരാണ് നമ്മുടെ സ്പ്ലൈൻസ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള സ്പ്ലൈൻസും അതുപോലെ ഗിയേഴ്സൊക്കെ നമ്മൾ കട്ട് ചെയ്യാൻ കോമൺ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ വർക്ക് പീസിനെ ഈക്വലി ഡിവൈഡ് ചെയ്യാൻ നമ്മൾ സിമ്പിൾ ഇൻഡെക്സിങ് മെക്കാനിസം ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി രണ്ടാമത്തെയാണ് കോമ്പൗണ്ട് ഇൻഡെക്സിങ്. This method allows for more accurate and complex division by combining 2 indexing movements. അപ്പോൾ 2 തരത്തിലുള്ള അല്ലെങ്കിൽ 2 ആക്സിസിലെ മൂവ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ട് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പുകളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പീസിന് ഒന്നും കൂടി ആക്യുറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ കോംപ്ലക്സ് ഡിവിഷനൊക്കെ വേണ്ടിയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ട് ഇൻഡെക്സിങ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. This method allows for more accurate and complex division by combining 2 ഇൻഡെക്സിങ് മൂവ്മെൻറ്റ്സ്. അപ്പോൾ 2 ഇൻഡെക്സിങ് മൂവ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ട് കോംപ്ലക്സ് ഷേപ്പുകളും അല്ലെങ്കിൽ കോംപ്ലക്സ് ഡിവിഷനൊക്കെ ചെയ്യാൻ നമ്മൾ ഇതുപോലെ കോമ്പൗണ്ട് ഇൻഡെക്സിങ് ആണ് യൂസ് ചെയ്യുക. തേർഡ് വൺ ആണ് ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ റിക്വയർഡ് ഡിവിഷൻ കനോട്ട് ബി അച്ചീവ്ഡ് ബൈ സിമ്പിൾ ഓർ കോമ്പൗണ്ട് ഇൻഡെക്സിങ്. ഇപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള സിമ്പിൾ ഇൻഡെക്സിങ് കൊണ്ടോ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻഡെക്സിങ് കൊണ്ടോ നമുക്ക് പ്രത്യേകിച്ച് അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇൻഡെക്സിങ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് ഈക്വലായി ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഇൻഡെക്സിങ് മെത്തേഡാണ് ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് യൂസിങ് ബോത്ത് ദ റൊട്ടേഷൻ ഓഫ് ദ ഇൻഡെക്സ് ക്രാങ്ക് ആൻഡ് ദ ടേബിൾ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇൻഡെക്സ് ക്രാങ്കിൻ്റെയും ടേബിളിൻ്റെയും റൊട്ടേഷൻ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ് ചെയ്യുന്നുണ്ടായിരിക്കുക. It is used when the required division cannot be achieved by simple or compound indexing. It involves using both the rotation of the index crank and the table. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡെക്സിനെ കുറിച്ച് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ 3ൻ്റെയും പേര് മറക്കാൻ പാടില്ല. സിമ്പിൾ ഇൻഡെക്സിങ്ങും കോമ്പൗണ്ട് ഇൻഡെക്സിങ്ങും അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ്ങും.
സോ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി പ്രധാനപ്പെട്ട എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ടൂൾ സിഗ്നേച്ചർ. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലും ഇതേപോലെ സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളിൻ്റെ നോമൻക്ലേച്ചർ അഥവാ അതിൻ്റെ സിഗ്നേച്ചറെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതേപോലെ നമുക്കിവിടെ നമ്മുടെ മില്ലിംഗ് കട്ടർ, ഓക്കെ, മില്ലിംഗ് കട്ടറിൻ്റെയും ടൂൾ സിഗ്നേച്ചറിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. അതായത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് 7 മാർക്കിനൊക്കെ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മിക്കവാറും കേസിൽ നമുക്ക് ഒരു ഫിഗർ വരച്ചിട്ട് ഇതിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്ത് നമുക്ക് ഉറപ്പായിട്ടും 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ പറയാൻ പോകുന്നത് ടൂൾ സിഗ്നേച്ചറിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നമ്മുടെ ടൂൾ സിഗ്നേച്ചറിൻ്റെ നമ്മൾ വരച്ച് പഠിക്കേണ്ട ആ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ആ ഫിഗർ ഇവിടെ കാണുന്നുണ്ടായിരിക്കും. നമ്മുടെ മില്ലിംഗ് കട്ടറാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ മില്ലിംഗ് കട്ടറിൻ്റെ ടൂൾ സിഗ്നേച്ചറിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് ഭാഗങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മളിതിൽ കാണുന്ന എല്ലാം ആവശ്യമില്ല. ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു 5, 6, 7 ഭാഗങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇവിടുന്ന് സ്കോർ നഷ്ടപ്പെടാണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാൻ പറ്റിയ കാര്യങ്ങൾ ഞാൻ 1 by 1 ആയിട്ട് പറയാം. ഇതിൽ ഫസ്റ്റ് വരുന്നത് വേണമെങ്കിൽ നമുക്ക് ഫേസ് പറയാം. നമ്മുടെ ഫേസ് ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് കണ്ടിരിക്കും. ഫേസ് അതായത് നമ്മുടെ ഈ ഒരു കട്ടിംഗ് ടൂളിൻ്റെ ഈ ഒരു സർഫസ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ മില്ലിംഗ് കട്ടറിൻ്റെ ഫേസ് എന്ന് പറയുന്നത്. അതുപോലെ ഓർത്ത് വെക്കാൻ പറ്റിയ എളുപ്പമുള്ളൊരു ഭാഗമാണ് ഫില്ലറ്റ്. അതായത് ഇവിടെ കാണുന്ന പോലെ തന്നെ ഈ ഒരു ടീത്തുകൾക്കിടയിലുള്ള ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ഈ ഒരു ഭാഗമുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്തിന് നമ്മളിവിടെ കാണുന്ന പോലെ ഫില്ലറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫില്ലറ്റും ഫേസും മനസ്സിലാക്കി വെക്കുക. നമ്മൾ 2 എണ്ണം പഠിച്ചു. ഓക്കെ, 2 എണ്ണമായി. ഇനി അതേപോലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ മറക്കാൻ പാടില്ലാത്തൊരു ഭാഗമാണ് ലാൻഡ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഇത്തിരി കൂടി വലുതാക്കിയിട്ട് നമ്മൾ ഈ ഒരു ടീത്ത് വരയ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ കാണിക്കാം. ഇങ്ങനെയാണ് ശരിക്കും നമ്മുടെ ആ ടീത്തിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞത് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചുള്ളത്? ഈ ഫില്ലറ്റ് അല്ലേ, ഫില്ലറ്റ് നമ്മൾ പഠിച്ചു. ഇത് ഫില്ലറ്റാണ്. ഓക്കെ, അതേപോലെ ഫേസ്. ഇതിൽ ഫേസ് ഏതാണ്? ഫേസ് ഈ കാണുന്നതാണ് നമ്മുടെ ഫേസ്. ഓക്കെ, ഞാൻ ആരോ മാർക്ക് കാണിച്ചാണ് ഫേസ്. അതേപോലെ ഇവിടെ നോക്കുക, നമ്മുടെ ടീത്തിൻ്റെ ഈ മേലെ ഭാഗത്ത് കണ്ടോ, ഇവിടെ നമ്മുടെ ടീത്തിൻ്റെ ഇവിടെ ചെറിയൊരു ഭാഗം വരുന്നുണ്ട്. എന്നിട്ടാണ് പിന്നൊരു ചെരിവ് വരുന്നത്. അതായത് ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയി വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഇത്രയും ഒരു ചെറിയ ചെരിവ് വരും. ശേഷം പിന്നെ ഒരു ചെരിവ് വരുന്നുണ്ട്. ഓക്കെ, ഒരു ചെരിവും കൂടി വരും. ആ ചെരിവ് ഇങ്ങോട്ട് വരും. പിന്നെ നമ്മൾ ഇതേപോലെ വീണ്ടും ചെരിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് വീണ്ടും അടുത്ത കട്ടിങ്. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ചെരിവുണ്ടല്ലോ, ഞാൻ റെഡിൽ കാണിച്ചിരിക്കുന്നത്, അതാണ് നമ്മുടെ ലാൻഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 3 എണ്ണം പഠിച്ചു. അപ്പോൾ നിങ്ങൾ ഫേസ്, ഫില്ലറ്റ്, ലാൻഡ്. ഓക്കെ, അത് 3 മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഫേസും ഫില്ലറ്റും ലാൻഡും. അപ്പോൾ അവിടെ ചെറിയ ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ടല്ലേ, ലാൻഡ് കാണിച്ചത്, അതാണ് നമ്മുടെ ലാൻഡ്. പിന്നെ ബോട്ടം ലാൻഡ് നിങ്ങൾ ഓർക്കണം എന്നില്ല. നമുക്ക് അടുത്തത് ടൂത്തിൻ്റെ ബാക്ക് ഓഫ് ടൂത്ത്. നമ്മുടെ ഇവിടെ കാണുന്ന പോലെ തന്നെ ഈ ഒരു സർഫസാണ് നമ്മുടെ ടൂത്തിൻ്റെ ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്ക് ഓഫ് ടൂത്ത് ആണ് നമ്മുടെ ബാക്ക് ഓഫ് ടൂത്ത്. അപ്പോൾ മൊത്തം നമ്മളിപ്പോൾ 4 എണ്ണം പഠിച്ചു അല്ലേ. മൊത്തം 4 എണ്ണമായി. ഇപ്പോൾ നമുക്ക് 7 മാർക്കിനെ ചോദിക്കുമ്പോൾ നമുക്ക് ഫിഗർ വരച്ച് മിനിമം ഒരു 7 എണ്ണെങ്കിലും നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോഴേ നമുക്ക് പൂർണ്ണമായിട്ടും 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതേപോലെ അടുത്ത പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾ വരയ്ക്കുമ്പോൾ മാർക്ക് ചെയ്യേണ്ട ഭാഗമാണ് നമ്മുടെ കട്ടിങ് എഡ്ജ്. ശരിക്കും ഈ ഒരു ഫിഗറിൽ ആ കട്ടിങ് എഡ്ജ് കാണിച്ചിട്ടില്ല, പക്ഷേ നിങ്ങളത് നിങ്ങളുടെ ബുക്കിൽ വരയ്ക്കുമ്പോൾ അത് കാണിക്കുക. ഇതാണ് നമ്മുടെ കട്ടിങ് എഡ്ജ്. ഓക്കെ, കട്ടിങ് ആക്ഷൻ നടക്കുന്ന എഡ്ജാണ് കട്ടിങ് എഡ്ജ്. ഓക്കെ, അപ്പോൾ 5ാമതായിട്ട് നിങ്ങൾ ആ ഒരു കട്ടിങ് എഡ്ജും കൂടി പഠിക്കാം. 5ാമതായിട്ട് കട്ടിങ് എഡ്ജും കൂടി പഠിക്കാം. ഇനിയുള്ളത് നമുക്കൊരു 4 ആംഗിൾ വരുന്നുണ്ട്. ഇവിടെ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്. റേഡിയൽ, റൈറ്റ് ആംഗിൾ,
ക്ലിയറൻസ് ആംഗിൾ, റിലീഫ് ആംഗിൾ, പിന്നെ ലിപ്പ് ആംഗിൾ. അപ്പോൾ അവിടെ ഓരോ ആംഗിളും മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ ലിപ്പ് ആംഗിൾ ആണെങ്കിൽ അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും, ആ ഒരു ആരോ മാർക്ക് വെച്ച് ഡയമെൻഷൻ കാണിക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ അവിടെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ഇപ്പോൾ ഫേസും മനസ്സിലാക്കി, ഫില്ലറ്റും മനസ്സിലായി, ലാൻഡും മനസ്സിലായി, ബാക്ക് ഓഫ് ടൂത്തും മനസ്സിലായി, കട്ടിങ് എഡ്ജും മനസ്സിലായി അല്ലേ? കട്ടിങ് എഡ്ജ് മനസ്സിലായി. മൊത്തം 5 എണ്ണം പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആംഗിളിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, റിലീഫ് ആംഗിൾ. നോക്കാം. റിലീഫ് ആംഗിൾ, ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലാൻഡ് ആൻഡ് എ ടാൻജൻറ്റ് ടു ദ കട്ടേഴ്സ് ഔട്ട്സൈഡ് സർക്കിൾ അറ്റ് ദ കട്ടിങ് എഡ്ജ്. ഏതാണ് റിലീഫ് ആംഗിൾ എന്ന് പറഞ്ഞാൽ? ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലാൻഡും, അല്ലേ, ലാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, ലാൻഡും അതുപോലെ തന്നെ ആൻഡ് എ ടാൻജൻറ്റ് ടു ദ കട്ടേഴ്സ് ഔട്ട്സൈഡ് സർക്കിൾ. അപ്പോൾ കട്ടറിൻ്റെ ഔട്ട്സൈഡ് സർക്കിളിൽ ഉണ്ടാകുന്ന ഒരു ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിളാണ്, അല്ലേ, ഔട്ട്സൈഡ് സർക്കിൾ എടുത്ത കട്ടിങ് എഡ്ജ്. ആ ഒരു മില്ലിംഗ് കട്ടറിൻ്റെ കട്ടിങ് എഡ്ജിലുള്ള ഔട്ട്സൈഡ് സർക്കിളിൻ്റെ അവിടെ നിന്നുള്ള ടാൻജൻറ്റും ലാൻഡും തമ്മിലുള്ള ആംഗിളാണ് റിലീഫ് ആംഗിൾ. നമുക്ക് ഫിഗറിൽ കാണുന്നുണ്ടായിരിക്കും റിലീഫ് ആംഗിൾ. ഫിഗറിൽ നോക്കുക. റിലീഫ് ആംഗിൾ എന്ന് പറയുമ്പോൾ ലാൻഡ്, അല്ലേ, ലാൻഡ് ഏതാണ് നമ്മൾ പറഞ്ഞു? ലാൻഡ് എന്ന് പറഞ്ഞാൽ അല്ല, ഇവിടെ വരുന്ന ചെറിയ ആദ്യത്തെ ഒരു ചെരിവ് വരുന്നുണ്ട്. ഓക്കെ, ആദ്യം വരുന്ന ഒരു ചെരിവ് വരുന്നുണ്ട്. അപ്പോൾ ആ ചെരിവ് ഇവിടെ ചെറിയൊരു ചെരിവായിട്ട് ശരിക്കും ഫിഗറിലുണ്ടായിരിക്കും. അപ്പോൾ ആ ചെരിവിൻ്റെ ലൈനാണ് നമുക്ക് ഇങ്ങനെയായിട്ട് കാണിച്ചിരിക്കുന്നത്. ആ ലൈനും പിന്നെ നമ്മുടെ ഔട്ട്സൈഡ് സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്സൈഡ് സർക്കിൾ, അല്ലേ, അതിൻ്റെ ടാൻജൻ്റാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ലൈന് കാണുന്നുണ്ടായിരിക്കുക. ആ ഔട്ട്സൈഡ് സർക്കിളിൻ്റെ ടാൻജൻ്റാണ് ആ ഒരു ലൈന്. അപ്പോൾ ആ ലൈനും ഈ ലാൻഡിൻ്റെ ലൈനും തമ്മിലുള്ള ഈ ആംഗിളാണ് റിലീഫ് ആംഗിൾ. ഓക്കെ, റിലീഫ് ആംഗിൾ. അപ്പോൾ റിലീഫ് ആംഗിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ക്ലിയറൻസ് ആംഗിളാണ്. അവിടെ പ്രൈമറി ക്ലിയറൻസ് ആംഗിളും അതേപോലെ സെക്കൻഡറി ക്ലിയറൻസ് ആംഗിളും കാണിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് രണ്ടും പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൈമറി ക്ലിയറൻസ് ആംഗിൾ, ദ സ്മോളസ്റ്റ് ആംഗിൾ പ്രൊവൈഡിങ് ഇനീഷ്യൽ റിലീഫ് ഇമ്മീഡിയറ്റ്ലി ബിഹൈൻഡ് ദ കട്ടിങ് എഡ്ജ്. ഇപ്പോൾ കട്ടിങ് എഡ്ജിന് ബാക്കിലായിട്ട് കൊടുക്കുന്ന ഒരു സ്മോളസ്റ്റ് ഇനീഷ്യൽ റിലീഫ് ആംഗിൾ ഉണ്ട്. അതാണ് നമ്മുടെ പ്രൈമറി ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് സെക്കൻഡറി ക്ലിയറൻസ് ആംഗിൾ എന്ന് നോക്കാം. എ ലാർജർ ആംഗിൾ ഗ്രൗണ്ട് ബിഹൈൻഡ് ദ പ്രൈമറി ലാൻഡ് ടു പ്രിവെൻറ്റ് ഫർദർ റബ്ബിംഗ് ആസ് ദ കട്ടിങ് ഈസ് റീഷാർപ്പൻഡ്. ഇപ്പോൾ നമ്മൾ കട്ടിങ് ടൂളായിട്ടുള്ള ഈ ഒരു കട്ടർ നമ്മൾ റീഷാർപ്പൻ ചെയ്യേണ്ട അവസ്ഥ വരും. കാരണം നമുക്ക് അതിൻ്റെ ഒരു ഷാർപ്പ്നെസ് കുറയുമ്പോൾ നമ്മൾ വീണ്ടും റീഷാർപ്പൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ശേഷം ഉണ്ടാകുന്ന ആ റബ്ബിങ് കാരണം ഉണ്ടാകുന്ന വീണ്ടുമുള്ള തേയ്മാനം കുറയ്ക്കാൻ നമുക്ക് ഈ ഒരു സെക്കൻഡറി ക്ലിയറൻസ് ആംഗിൾ ആവശ്യമാണ്. സോ നിങ്ങൾ ജസ്റ്റ് ഈ ഫിഗറിൽ നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയറൻസ് ആംഗിൾ എന്ന് എവിടെ മാർക്ക് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫിഗറിൽ ബാക്ക് ഓഫ് ദ ടൂത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ. ടൂത്തിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഇവിടെ കാണിച്ചിട്ടുണ്ട്, അല്ലേ. ഇതാണ് ബാക്ക് ഓഫ് ടൂത്ത്. അപ്പോൾ ആ ബാക്ക് ഓഫ് ടൂത്തും അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞുള്ള ഈ ഒരു ടാൻജൻറ്റും ഉണ്ട് ഔട്ട്സൈഡ് സർക്കിളിലുള്ള, അല്ലേ. ഈ ബാക്ക് ഓഫ് ടൂത്തിൻ്റെ ഈ ഒരു ലൈനാണ് ഇവിടെ കാണുന്നതായിരിക്കുക. ബാക്ക് ഓഫ് ടൂത്തിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് ഇവിടെ കാണുന്നത്. ആ ലൈനും തമ്മിലുള്ള ആംഗിളാണ് ക്ലിയറൻസ് ആംഗിൾ എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലിയറൻസ് ആംഗിൾ. ഇനി റേഡിയൽ റേക്ക് ആംഗിൾ വരുന്നുണ്ട്. അപ്പോൾ ദ ആംഗിൾ ഫോംഡ് ബൈ ദ കട്ടിംഗ് എഡ്ജ് ആൻഡ് ദ കട്ടർ ആക്സിസ്. അപ്പോൾ റേക്ക് ആംഗിൾ എന്ന് പറയുമ്പോൾ ദ ആംഗിൾ ഫോംഡ് ബൈ ദ കട്ടിംഗ് എഡ്ജ് ആൻഡ് ദ കട്ടർ ആക്സിസ്. കട്ടിംഗ് എഡ്ജും കട്ടർ ആക്സിസും തമ്മിലുള്ള ആംഗിളാണ് ആക്സിയൽ റേക്ക് ആംഗിൾ, അല്ലെങ്കിൽ നമുക്കതിനെ ഹെലിക്കൽ ആംഗിൾ എന്ന് പറയും. കട്ടിംഗ് എഡ്ജും കട്ടർ ആക്സിസും. അപ്പോൾ ഇവിടെ ഫിഗറിൽ എങ്ങനെയാണ് അത് മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും റേക്ക് ആംഗിൾ. ഇവിടെ കട്ടിംഗ് എഡ്ജ് നമുക്കറിയുന്നുണ്ട്, നേരത്തെ ഫസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മുടെ കട്ടിംഗ് എഡ്ജിൽ നിന്ന് വരുന്ന ലൈന് ഇങ്ങനെ ഇവിടെ വരച്ചിട്ടുണ്ട്. ആ ലൈനും കട്ടിംഗ് എഡ്ജല്ല, നമ്മുടെ കട്ടിംഗ് എഡ്ജിൽ നിന്ന് വരുന്ന ലൈന് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് താഴോട്ട് അല്ലേ. നമുക്കറിയാം ഇതാണ് കട്ടിംഗ് എഡ്ജ്, ഈ പോയിൻ്റാണ് കട്ടിംഗ് എഡ്ജ്. ആ കട്ടിംഗ് എഡ്ജിൽ നിന്ന് അതിൻ്റെ സർഫസിലൂടെ ഈ ലൈന് വരച്ചിട്ടു. അതിൻ്റെ നമ്മുടെ കട്ടറിൻ്റെ ആക്സിസ് ലൈൻ ഉണ്ടല്ലോ, ഇതാണ് ആക്സിസ്, രണ്ട് എക്സും വൈയും ആക്സിസ് ഉണ്ട്. അപ്പോൾ ഈ വൈ ആക്സിസിലുള്ള അല്ലെങ്കിൽ ഈ കാണുന്ന ആക്സിസും തമ്മിലുള്ള ഈ ആംഗിളാണ് റേഡിയൽ റേക്ക് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, കട്ടറിൻ്റെ ആക്സിസും കട്ടിംഗ് എഡ്ജിൽ നിന്ന് വരുന്ന ആ ഒരു സർഫസിലൂടെ ലൈനും തമ്മിലുള്ള ആംഗിളാണ് റേഡിയൽ റേക്ക് ആംഗിൾ. അതേപോലെ ഇനി ലിപ്പ് ആംഗിൾ വരുന്നുണ്ട്. അപ്പോൾ ലിപ്പ് ആംഗിൾ എന്ന് പറയുമ്പോൾ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫേസ് ഓഫ് ദ ടൂത്ത് ആൻഡ് ദ ലാൻഡ്. അപ്പോൾ ലാൻഡും ടൂത്തിൻ്റെ ഫേസും തമ്മിലുള്ള ആംഗിളാണ് ലിപ്പ് ആംഗിൾ. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫേസ് ഓഫ് ദ ടൂത്ത് ആൻഡ് ദ ലാൻഡ്. ഫേസ് ഓഫ് ദ ടൂത്തും ലാൻഡും തമ്മിലുള്ള ആംഗിളാണ് ലിപ്പ് ആംഗിൾ അല്ലേ. നമ്മൾ ഫസ്റ്റ് ഫേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഈ ഒരു സർഫസാണ് ഫേസ്. പിന്നെ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ചെറിയൊരു ചെരിവുണ്ട്, അതാണ് ലാൻഡ്. അപ്പോൾ ആ ഫേസും ലാൻഡും തമ്മിലുള്ള ആംഗിളാണ് ലിപ്പ് ആംഗിൾ. നിങ്ങൾക്കിവിടെ ഫിഗറിൽ കാണുന്നുണ്ടായിരിക്കും അല്ലേ. നമ്മുടെ ഫേസ് ഇതാ പോകുന്നു, ഇത് നമ്മുടെ ലാൻഡിൻ്റെ ലൈന് അല്ലേ. ഈ ലൈന് ലാൻഡിൽ നിന്ന് പോകുന്ന ലൈന്. അപ്പോൾ ഈ ആംഗിളാണ് നമ്മുടെ ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ലിപ്പ് ആംഗിൾ. ഫേസ് ഓഫ് ദ ടൂത്തും ലാൻഡും തമ്മിലുള്ള ആംഗിളാണ് ലിപ്പ് ആംഗിൾ. നമ്മൾ അത്യാവശ്യം പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? 1 ഫേസ്, 2 ഫില്ലറ്റ്, 3 ലാൻഡ്, പിന്നെ ഒരു കട്ടിംഗ് എഡ്ജ്, ബാക്ക് ഓഫ് ടൂത്ത്, മൊത്തം 5 എണ്ണമായി. റേക്ക് ആംഗിൾ 6, ക്ലിയറൻസ് ആംഗിൾ 7, റിലീഫ് ആംഗിൾ 8, ലിപ്പ് ആംഗിൾ 9. അപ്പോൾ നമ്മൾ 9 എണ്ണം പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ ഈ 9 എണ്ണം പഠിച്ച് നമ്മൾ ഈ ഫിഗർ വരച്ച് മാർക്ക് ചെയ്താൽ നമുക്ക് മാക്സിമം 7 മാർക്ക് കിട്ടും. വേണമെങ്കിൽ എന്ത് ചെയ്യുക, എളുപ്പത്തിൽ ഓർക്കാൻ പറ്റിയ കാര്യങ്ങളാണ് നമ്മുടെ ഈ ടൂത്തിൻ്റെ ഡെപ്തൊക്കെ അല്ല, ആലോചിച്ചാൽ മനസ്സിലാവും അല്ലേ. അതായത് ഈ ഇവിടുന്ന് ഈ എൻഡ് വരെ വരുന്ന ആ ഡിസ്റ്റൻസാണ് ടൂത്തിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റിയാൽ അത് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ അകത്ത് വരുന്ന ഒരു സർക്കിളുണ്ട് അല്ലേ, ഈ സർക്കിളും പിന്നെ പുറത്ത് വരുന്ന സർക്കിളും ഉണ്ട്. നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എന്താണത്. ഒന്ന് റൂട്ട് ഡയമീറ്ററാണ്, ഒന്ന് ഔട്ട്സൈഡ് ഡയമീറ്ററാണ്. സോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ ആ 2 ഡയമീറ്ററും ടൂത്ത് ഡെപ്തും കൂടി മാർക്ക് ചെയ്താൽ നമുക്ക് ഇതിലെല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കാം. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് 7 മാർക്ക് തന്നെ ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇത്രയും നിങ്ങൾ ടൂൾ സിഗ്നേച്ചറിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. വീണ്ടും പറയുന്നു, നമുക്ക് 7 മാർക്കിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മുടെ നോമൻക്ലേച്ചർ ഓഫ് മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്ക് നമ്മുടെ മില്ലിങ്ങിൽ യൂസ് ചെയ്യുന്ന ടൂൾ ഹോൾഡിംഗ് ഡിവൈസുകളെ കുറിച്ചും വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതും നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ഫസ്റ്റ് വൺ നോക്കുക, ടൂൾ ഹോൾഡിംഗ് ഡിവൈസുകളാണ്. ഇവിടെ 3 എണ്ണം പറയുന്നുണ്ട്. ഒന്ന് കളക്ട് ചക്ക്, ഒന്ന് ആർബർ, നമ്മൾ ഓൾറെഡി ആർബർ കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ വരുന്ന മില്ലിംഗ് കട്ടർ അഡാപ്റ്റർ. അപ്പോൾ നമുക്ക് ഈ മില്ലിംഗ് കട്ടർ 3 തരത്തിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഒന്ന് കളക്ട് ചക്ക് ഉപയോഗിച്ചിട്ട്, ഒന്ന് ആർബർ ഉപയോഗിച്ചിട്ട്, ഒന്ന് മില്ലിംഗ് കട്ടർ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ എൻഡ് മില്ല് പോലത്തെ മില്ലിംഗ് കട്ടേഴ്സാണ് നമ്മൾ കളക്ട് ചക്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നാൽ കുറച്ചും കൂടി ലാർജായിട്ടുള്ള മില്ലിംഗ് കട്ടേഴ്സ്, അതായത് സ്ലാബ് മില്ലിംഗ് കട്ടേഴ്സൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ ആർബർ ഉപയോഗിച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി തേർഡ് വണ്ണാണ് മില്ലിംഗ് കട്ടർ അഡാപ്റ്റർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മൗണ്ടിങ് ലാർജർ മില്ലിംഗ് കട്ടേഴ്സ്. ഇതും നമ്മുടെ വലിയ മില്ലിംഗ് കട്ടേഴ്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു മില്ലിംഗ് കട്ടർ അഡാപ്റ്റർ യൂസ് ചെയ്യാം. അപ്പോൾ 3 എണ്ണം ഉണ്ട്. ഒന്ന് അഡാപ്റ്റർ, ഒന്ന് ആർബർ, ഒന്ന് കളക്ട് ചക്ക്. അപ്പോൾ നമ്മൾ ആർബർ നമ്മൾ ഓൾറെഡി കേട്ട് പരിചയമുണ്ട്, കാരണം നമ്മൾ മില്ലിംഗ് മെഷീൻ പറയുമ്പോൾ നമ്മൾ ആർബർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3ഉം ഓർമ്മ വേണം. 3ൻ്റെ അപ്ലിക്കേഷൻസ് എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത്തെയാണ് നമ്മുടെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകൾ. അതിൽ വരുന്ന ഒന്ന് വൈസ്, നമ്മളെ ഫിഗർ വരയ്ക്കുമ്പോൾ കൊണ്ടാണ് വൈസൊക്കെ. പിന്നെ ക്ലാംപ്സ്, അതായത് ടീ ബോൾട്ടും ക്ലാംപ്സൊക്കെ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് വർക്ക്ഷോപ്പിൽ കാണുന്നതാണ്. പിന്നെ റോട്ടറി ടേബിൾ. അപ്പോൾ ഇവിടെ 3 തരത്തിലുള്ള വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകളുണ്ട്.
അപ്പോൾ ഓരോന്നിൻ്റെ അപ്ലിക്കേഷൻ വരുന്ന വൈസ് ആണെങ്കിൽ എ കോമൺ ഡിവൈസ് ആണ് ടു ക്ലാമ്പ് ദ വർക്ക് പീസ് ഓൺ ദ മില്ലിംഗ് ടേബിൾ. മില്ലിംഗ് ടേബിളിൻ്റെ മേലെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലാമ്പിംഗ് ഡിവൈസ് ആണ് അല്ലെങ്കിൽ വർക്ക് ഹോൾഡ് ഡിവൈസ് ആണ് വൈസ് എന്ന് പറയുന്നത്. പിന്നെ ക്ലാംപ്സ് ടീ ബോൾട്ടും ക്ലാമ്പും വരുന്ന ഒരു അസംബ്ലിയാണ്. അപ്പോൾ ടീ ബോൾട്ട്സ് ആൻഡ് ക്ലാംപ്സ് ആർ യൂസ്ഡ് ടു ഹോൾഡ് ഇറഗുലർ ഓർ ലാർജ് വർക്ക് പീസസ്. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ പോലെ പഠിച്ചു വെക്കണം. ഇറഗുലർ അല്ലെങ്കിൽ ലാർജ് വർക്ക് പീസസിനൊക്കെ ഹോൾഡ് ചെയ്യാൻ നമ്മൾ ക്ലാംപ്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ റോട്ടറി ടേബിളാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ദ വർക്ക് പീസ് ഫോർ ആംഗുലാർ ആൻഡ് സർക്കുലർ മില്ലിംഗ്. അപ്പോൾ ഒരു ആംഗുലാർ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു സർക്കുലർ മില്ലിംഗ് ഒക്കെ നമ്മൾ ചെയ്യാനായിട്ട് ഈ ഒരു റോട്ടറി ടേബിളാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് 3 മാർക്കിനോ അല്ലെങ്കിൽ 7 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കണം ഈ ക്വസ്റ്റ്യൻസ്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാവുന്നതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളാണ്. വളരെ പഠിക്കുന്ന സമയത്ത് വളരെ എളുപ്പമായി തോന്നും. പക്ഷേ നമുക്ക് ഇതിൻ്റെ പേരുകളൊക്കെ ഓർമ്മയില്ലെങ്കിൽ നമുക്ക് വെറുതെ മാർക്ക് നഷ്ടപ്പെട്ടു പോകും. പുറത്തു വെക്കുക കളക്ട് ചക്ക്, ആർബർ, അഡാപ്റ്റർ, ടൂൾ ഹോൾഡിംഗ് ഡിവൈസുകളാണ്. വൈസ്, ക്ലാംപ്സ്, റോട്ടറി ടേബിൾ അത് വർക്ക് ഹോൾഡിംഗ് ഡിവൈസാണ് അല്ലേ. അതായത് നമ്മുടെ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്ന ഡിവൈസുകൾ വർക്ക് ഹോൾഡിംഗ് ഡിവൈസും ടൂളിനെ ഹോൾഡ് ചെയ്യുന്ന മില്ലിംഗ് കട്ടറിനെ ഹോൾഡ് ചെയ്യുന്ന ഡിവൈസ് ടൂൾ ഹോൾഡിംഗ് ഡിവൈസുകളാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും ആ ഒരു കാര്യമൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കും കംപ്ലീറ്റ് ആയി. ശ്രദ്ധിക്കണം, നമ്മൾ ഇതിൻ്റെ ഫിഗറും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആർബറിൻ്റെ ഫിഗർ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ 7 മാർക്കിന് ചോദിക്കും. നമ്മൾ ഫിഗറും വരയ്ക്കണം, അതുപോലെ തന്നെ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളും എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആർബറിൻ്റെ ഫിഗർ ആണ് ഇവിടെ കാണുന്നത്. ഇതിൽ നമ്മുടെ മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. നമ്മൾ ഇന്നലെ മില്ലിംഗ് മെഷീൻ വരച്ച് പഠിച്ചപ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കും. നമ്മുടെ ബിയറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സ്മൂത്തായിട്ട് ആ ഒരു അലൈൻമെൻറ്റ് തെറ്റിപ്പോണ്ട് തിരികാനാണ് ബിയറിംഗ് കൊടുത്തുകൊണ്ടായിരിക്കുക. പിന്നെ ഈ ഒരു ഇവിടെ ചെരിഞ്ഞൊരു ഷാങ്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു സ്ക്രൂ ത്രെഡും അല്ലെങ്കിൽ ബോൾട്ട് പോലത്തെ ഭാഗം വരുന്നുണ്ട്, ബോൾട്ടിൻ്റെ ഷാങ്ക് ഭാഗം വരുന്നുണ്ട്. അത് നമ്മൾ ആ ഒരു ആർബറിൻ്റെ ബ്രാക്കറ്റിനകത്തേക്ക് ഹോൾഡ് ചെയ്യുന്ന ഭാഗമായിരിക്കും. സോ ഈ ആർബർ ഇത്രയും വരുന്ന ഭാഗമാണ്. ഇതിന് മേലെ നമ്മൾ മില്ലിംഗ് കട്ടർ ഹോൾഡ് ചെയ്യുക. അപ്പോൾ ആർബറിൻ്റെ ഈ ഫിഗർ ഒന്ന് ജസ്റ്റ് വരച്ച് പഠിക്കാം. ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമ്മളതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ കളക്റ്റാണ്. ഇതാണ് നമ്മുടെ കളക്റ്റ്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ ഒരു ആർബറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മില്ലിംഗ് കട്ടറിൻ്റെ സ്പിൻഡിലിൻ്റെ ഭാഗം അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന നമ്മൾ അതിന് ശേഷം മില്ലിംഗ് കട്ടർ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കുക ഇവിടെ ആയിരിക്കും. അതാണ് നമ്മുടെ കളക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്താണ് നമ്മുടെ അഡാപ്റ്റർ. അപ്പോൾ അഡാപ്റ്റർ എന്ന് പറയുമ്പോഴും അതിൻ്റെ ഷേപ്പൊക്കെ ഏകദേശം നമ്മുടെ കളക്റ്റിൻ്റെ പോലെ തന്നെയാണ്. പരസ്പരം രണ്ടും റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം പഠിക്കാം. പിന്നെ നമുക്ക് ആർബറിൽ തന്നെ ഒരു സ്ക്രൂഡ് ആർബർ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ മില്ലിംഗ് കട്ടർ ഇവിടെ കാണിച്ചത് നമ്മുടെ മില്ലിംഗ് കട്ടറാണ് ഈ കാണുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ആർബറിൻ്റെ എൻഡിലായിട്ട് ത്രെഡ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ചെരിച്ച് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ത്രെഡിൻ്റെ മേലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മില്ലിംഗ് കട്ടർ ഈ ഒരു ഷേപ്പിലാണുള്ളത്. സെൻറ്ററിൽ കൂടെ ഹോളുണ്ട്, ഹോളിനകത്ത് ത്രെഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മളിതിൻ്റെ അകത്തേക്ക് ഇൻസെർട്ട് ചെയ്യുക അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യുക. നമ്മൾ നെറ്റ് ടൈറ്റ് ചെയ്യുന്ന പോലെ ഇതിൻ്റെ മേലേക്ക് ഇൻസെർട്ട് ചെയ്യുക. അതിൻ്റെ മേലെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അതാണ് നമ്മുടെ സ്ക്രൂഡ് ആർബർ. നിങ്ങൾ ആ ഫിഗർ ഒന്ന് മനസ്സിലാക്കി വെക്കണം. നേരത്തെ പറഞ്ഞ പോലെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ 7 മാർക്കിന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഫിഗർ കൂടി വരച്ചിട്ട് വേണം അതിനെക്കുറിച്ച് എഴുതാനായിട്ട്. സോ നമ്മുടെ ടൂൾ ഹോൾഡിംഗ് ആൻഡ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളാണ് ഇപ്പോൾ മൊഡ്യൂൾ 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു നവംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ നമ്മൾ നോക്കിയപ്പോൾ നമ്മളിതിൻ്റെ ആൻസർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് പഠിച്ചാണ്. പിന്നെ രണ്ടാമത്തെ നമ്മൾ നോക്കാത്ത ടോപ്പിക്കാണ് ഇനി പഠിക്കാൻ പോകുന്ന ഗ്രൈൻഡിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്, അതായിട്ടില്ല. പിന്നെ അടുത്ത 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുക. നമ്മൾ ഇന്ന് പഠിച്ച കാര്യമാണ് ഡയറക്റ്റ് ഇൻഡെക്സിങ്ങിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 3 മാർക്കാകുമ്പോൾ നമ്മൾ അവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അടുത്ത ക്വസ്റ്റ്യനും നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഗ്രൈൻഡിങ്ങിൽ വരുന്ന ടോപ്പിക്കാണ്. ഇനി 7 മാർക്കിൻ്റെ ആണെങ്കിൽ നമ്മൾ ഇന്നലെ നോക്കി. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ലിസ്റ്റ് ദ വർക്ക് ആൻഡ് ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ മില്ലിംഗ് മെഷീൻ. നമ്മൾ ഇന്ന് ലാസ്റ്റ് പഠിച്ച ടോപ്പിക്കാണ് നമ്മുടെ ടൂൾ ഹോൾഡിംഗ് ആൻഡ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകൾ. ഇപ്പോൾ ലിസ്റ്റ് ദ വർക്ക് ആൻഡ് ടൂൾ ഹോൾഡിംഗ് ഡിവൈസാണ്. അപ്പോൾ അവിടെ വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഴുതി വെക്കുക. വെറും ലിസ്റ്റ് ചെയ്താൽ മാത്രം നമുക്ക് 7 മാർക്ക് കിട്ടില്ല. ജസ്റ്റ് അതിൻ്റെ 6 പേരുകളും 6 ടൈപ്പ് അല്ലെങ്കിൽ 7 ടൈപ്പിൻ്റെ പേരുകളും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ചെറിയ എക്സ്പ്ലനേഷൻ കൊടുത്താലേ നമുക്ക് പൂർണ്ണമായിട്ടും 7 മാർക്ക് കിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻസ് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അത് നമ്മൾ ഇനി പഠിക്കാനുള്ള ഗ്രൈൻഡിങ്ങിൽ വരുന്നതാണ്. സോ നമ്മൾ ഈ 2 ക്ലാസ് കൊണ്ട് പഠിച്ച ടോപ്പിക് വെച്ച് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ മാക്സിമം സ്കോർ എന്ന് പറഞ്ഞാൽ ഇവിടെ 7, 7, 14 അല്ല. ഈ 2 ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും 14 മാർക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും 14, 3, 17. ഈ ഒരു ക്വസ്റ്റ്യൻ 17, 1, 18.
അപ്പോൾ നമുക്ക് ഈ 2 ക്ലാസ്സിനെ കൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം 18 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ നമുക്കിനി ഗ്രൈൻഡിങ് ആണ് ഇനി നോക്കാനുള്ളത്. അതുപോലെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നമ്മുടെ നവംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ എക്സ്റ്റൻഷൻ ഓഫ് ദ മെഷീൻ സ്പിൻഡിൽ ഇൻ എ മില്ലിംഗ് മെഷീൻ ഓൺ വിച്ച് മില്ലിംഗ് കട്ടേഴ്സ് ആർ സെക്യൂർലി മൗണ്ടഡ് ആൻഡ് റൊട്ടേറ്റഡ് ഈസ് കോൾഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെഷീൻ സ്പിൻഡിൻ്റെ മേലെ കൊടുക്കുന്ന ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, അതിൻ്റെ പേരാണ് ചോദിച്ചുള്ളത്. അതിൻ്റെ ആൻസർ നമുക്കറിയാമത് ആർബറാണ്. നമ്മൾ ആർബറിൻ്റെ മേലെയാണ് നമ്മുടെ ആ ഒരു മില്ലിംഗ് കട്ടർ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഇനി പഠിക്കാനുള്ള ടോപ്പിക്കാണ്. നമുക്ക് പഠിച്ചിട്ടില്ല, നമുക്ക് അത് പഠിച്ചതിന് ശേഷം നോക്കാം. അതുപോലെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഫസ്റ്റ് ഗാങ് മില്ലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചാണ് ഗാങ് മില്ല് എന്ന് പറയുന്നതിൻ്റെ ഫിഗറൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അപ്പോൾ എക്സ്പ്ലെയിൻ ഗാങ് മില്ലും വിത്ത് എ നീഡ് സ്കെച്ചാണ്. അപ്പോൾ ചെറിയൊരു ഫിഗർ വരയ്ക്കുന്നതിനെ കുറിച്ച് 2-3 പോയിൻറ്റ്സ് ചെയ്ത് നമുക്ക്, അല്ലെങ്കിൽ 1-2 പോയിൻറ്റ്സ് ചെയ്ത് നമുക്ക് മാക്സിമം 3 മാർക്ക് കിട്ടുന്നതാണ്. കാരണം ചെറിയ ക്വസ്റ്റ്യൻ ആകുമ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു ഫിഗറും വരയ്ക്കാം, 2 പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് ഉറപ്പായിട്ട് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്കാണ് ലിസ്റ്റ് ദ ഡിഫറൻറ്റ് ഇൻഡെക്സിങ് മെത്തേഡ്സ് അല്ലേ. ഓർമ്മ ഉണ്ടായിരിക്കും അല്ലേ. സിമ്പിൾ ഇൻഡെക്സിങ്, അതുപോലെ കോമ്പൗണ്ട്, ആ ഒരു 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പഠിച്ചാണ്. അത് 3 ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം എഴുതി നമുക്ക് 3 മാർക്കാണ് കിട്ടുന്നത്. ഇനി 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വിത്ത് നീറ്റ് സ്കെച്ചസ് എക്സ്പ്ലെയിൻ അപ്പ് മില്ലിംഗ് ആൻഡ് ഡൗൺ മില്ലിംഗ് പ്രോസസ്സ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പ് മില്ലിങ്ങും ഡൗൺ മില്ലിംഗ്, അതിൻ്റെ ഫിഗർ വരയ്ക്കുക, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്കാണ് പ്ലെയിൻ മില്ലിംഗ് കട്ടറിൻ്റെ നോമൻക്ലേച്ചർ. ഓക്കെ, ഇന്ന് പഠിച്ച ഫിഗർ അതിൽ നമ്മൾ ഏകദേശം 9ഓളം കാര്യങ്ങൾ അടയാളപ്പെടുത്താൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ അറ്റ്ലീസ്റ്റ് 7 നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കാം. ഇനി അടുത്ത 2 ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിലാണ്, ഗ്രൈൻഡിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കത് നോക്കാനായിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നമ്മൾ 2 ക്ലാസ് കൊണ്ട് പഠിച്ച അറിവ് പ്രകാരം നമുക്ക് 1 മാർക്ക് ഇവിടെ കിട്ടും, 3 6 മാർക്ക് ഇവിടെ കിട്ടും, 7 14 മാർക്ക് ഇവിടെ കിട്ടും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു നവംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ 14 16 20 21 മാർക്ക് നമുക്കിപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലാണുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കി വെക്കുക, നമ്മൾ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇതേപോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നല്ല സ്കോർ വാങ്ങി തന്നെ നമുക്ക് പാസ്സാവാൻ പറ്റും. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. നമ്മുടെ നവംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ ടോപ്പിക്കാണ്, ക്വസ്റ്റ്യൻസാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. ലിസ്റ്റ് എനി 2 ഇൻഡെക്സിങ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ മില്ലിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ മെത്തേഡ്സിൻ്റെ പേരറിയാം. 2 പേര് നമുക്ക് 1 മാർക്ക് ഈസി ആയിട്ട് കിട്ടും, ഒരു 10 സെക്കൻഡ് മതി നമുക്ക് ചെയ്യാനായിട്ട്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാത്ത ടോപ്പിക്കാണ്, ഗ്രൈൻഡിങ്ങിനെ കുറിച്ചാണ്. ഇനി 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിസ്കസ് ദ വാരിയസ് ടൈപ്സ് ഓഫ് മില്ലിംഗ് കട്ടേഴ്സ് യൂസ്ഡ് ഇൻ മില്ലിംഗ് മെഷീൻസ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈപ്സ് ഓഫ് മില്ലിംഗ് കട്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ ഫിഗർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അപ്പോൾ ചെറിയ ഫിഗറൊക്കെ വരയ്ക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാത്ത ടോപ്പിക്കാണ്. 3rd ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്കാണ്, എക്സ്പ്ലെയിൻ ഡിഫറൻറ്റ് ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ് യൂസ്ഡ് ഇൻ മില്ലിംഗ് മെഷീൻസ്. ടൂൾ ഹോൾഡിംഗ് ഡിവൈസാണ് ചോദിച്ചുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യനാണ്, ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ്റെ ഫിഗർ വരയ്ക്കുക, സ്കെച്ച് വരയ്ക്കുക ആൻഡ് എക്സ്പ്ലെയിൻ. അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, അവിടെ പാർട്സ് നമ്മൾ മാർക്ക് ചെയ്താൽ മതി. സ്കെച്ച് ആൻഡ് ലാബിൾ എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് പാർട്സ് ഓഫ് എ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ. നല്ല രീതിയിൽ സ്കെച്ച് വരയ്ക്കുക, ശേഷം നമ്മൾ പാർട്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നോക്കിയാൽ മനസ്സിലാവും. 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, 3 മാർക്കിൻ്റെ ആയിട്ടില്ല, നമ്മൾ നോക്കിയിട്ടില്ല. 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 7 മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 3 ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്ക് മൊത്തം ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരെ നമുക്ക് 7 മാർക്കിൻ്റെ 21 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാം, ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു. 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ അനുസരിച്ച് നമുക്ക് ഇവിടെ ഇതോ താഴെയുള്ളതോ എഴുതണം, അതേപോലെ ഇതോ താഴെയുള്ളതോ എഴുതണം. അപ്പോൾ നമുക്ക് ശരിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് 2 സെറ്റിലെയും ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. നമുക്കിനി ഗ്രൈൻഡിങ് പഠിക്കാണ്ട് തന്നെ ഇരുന്നിട്ടും, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ ആ ഒരു മൊഡ്യൂളിൻ്റെ പകുതി പോർഷൻ മാത്രമേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ, എന്നിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ 2 സെറ്റ് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇതിലെ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിലെ ഏത് ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ 2 ടോപ്പിക്ക് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിലെ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉറപ്പിക്കുക എന്നാണ്, ഇവിടുന്ന് 7 കിട്ടും, താഴെന്നും രണ്ടാമത്തെ സെറ്റിൽ നിന്നും 7 കിട്ടും. 3 മാർക്കിൻ്റെ മാത്രം നമുക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല, 1 മാർക്കിൻ്റെ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ശരിക്കും നമുക്ക് 15 മാർക്കിൻ്റെ ഇപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഗ്രൈൻഡിങ് ആണ്. നമ്മൾ ഗ്രൈൻഡിങ് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും.
സോ നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തൽക്കാലം നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.